إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിയടയുന്ന ജീവിതം നയിക്കുവാൻ, സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അറബി മാസം ഇന്ന് മുഹറം 3. മുഹറമിൻ്റെ പിറവി ഇതൊരു വിശ്വാസികൾക്ക് പല വിധത്തിലുള്ള ചിന്തനീയമായ വിഷയങ്ങൾ നമ്മോട് പറയുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. അറബി ഇത് ഏത് വർഷമാണ്, ഹിജറ കലണ്ടർ പ്രകാരം ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ഖുതുബ കേൾക്കുന്ന പല ആളുകൾക്കും അറിയില്ലായിരിക്കാം. എന്നാൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അറബി മാസങ്ങളെയും അതിൻ്റെ വർഷങ്ങളെയുമാണ്. കാരണം നമ്മുടെ നിസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ നോമ്പ്, ഇസ്ലാമിൻ്റെ പൂർത്തീകരണമായ ഹജ്ജ്, ഇങ്ങനെ തുടങ്ങി ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനം അത് ചന്ദ്രക്കല നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂമൂ ലി റുഇയതിഹി വഅഫ്തിറൂ ലി റുഇയതിഹി, നിങ്ങൾ ഹിലാലിൻ്റെ ആ പിറവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുത്ത് കൊള്ളുക. വീണ്ടും പ്രവാചകൻ പറഞ്ഞത് വസൂമു
വഅഫ്തിറൂ ലിറുഇയതിഹി, വീണ്ടും നിങ്ങൾ ശവ്വാലമ്പിളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കൂ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ കർമ്മങ്ങൾ, നമ്മുടെ സമയനിർണയങ്ങൾ യഥാർത്ഥത്തിൽ ഈ ചന്ദ്രന്റെ പിറവിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ മാസങ്ങൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ ഒരു 2025 നിന്ന് 26 ആയപ്പോൾ ലോകമെമ്പാടും അതറിഞ്ഞു. പക്ഷേ മുഹറം എന്ന പുതിയൊരു വർഷത്തിൻ്റെ ആദ്യ മാസം ആരംഭിച്ചപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇന്ന് അറബി വർഷപ്രകാരം, ഹിജറ കലണ്ടർ പ്രകാരം 1448 വർഷം പിറന്നിരിക്കുകയാണ്. ഈ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ പോലും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ, നിത്യവും ചെയ്തു വന്നുകൊണ്ടിരുന്ന ഇബാദത്തുകളിൽ പോലും ചില ആളുകളെങ്കിലും ബോധപൂർവം അത്തരം കണിശ നിലപാടുകളിൽ നിന്ന് മാറി സുബഹി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ മുഹറം, അതിൻ്റെ പവിത്രത എന്താണ് ഇതിൻ്റെ ശ്രേഷ്ഠതകൾ, ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് നേടിയെടുക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സൃഷ്ടിക്കുന്ന, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഈ 12 മാസത്തെ നിർണയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഇന്ന ഇദ്ദത്തശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിൻ്റെ അടുക്കൽ 12 മാസം എന്നത് അല്ലാഹു കണക്കാക്കിയതാണ്. അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വർഷത്തിനെ 12 മാസങ്ങളായി കണക്കാക്കിയിട്ടുണ്ട്. എപ്പോൾ? ഹിജറ ചെയ്തതിന് ശേഷമല്ല, പ്രവാചകന്റെ ഹിജറയ്ക്ക് ശേഷമല്ല. വിശുദ്ധ ഖുർആനിൽ അതേ ആയത്തിൽ പറഞ്ഞു, ഫീ കിതാബില്ലാ, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ലൗഹിൽ മഹ്ഫൂദിൽ ഉണ്ടായിരുന്നു. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 12 മാസങ്ങളെ നിർണയിച്ചു എന്നാണ്. 12 മാസം എന്നത് അല്ലാഹു നിർണയിച്ചതാണ്. ഏതെങ്കിലും വ്യക്തികൾ നിർണയിച്ചതല്ല, ഏതെങ്കിലും ഭരണാധികാരി നിർണയിച്ചതല്ല, പിൽക്കാലത്തുണ്ടായതല്ല. മറിച്ച് അത് 12 മാസം എന്നത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങണമെങ്കിൽ ഹിജറയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു അത് കണക്കാക്കിയിട്ടുണ്ട് എന്നാണ്. ഇനി ആ 12 മാസങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ തന്നെ അതേ ആയത്തിൽ ബാക്കി ഭാഗം പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായതാണ് എന്ന്. 4 മാസങ്ങൾ, അതിൽ ആ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹുവിനുണ്ട്. കാരണം അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് വയഖ്ലുഖു മാ യശാ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ചിലതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. നാടുകളിൽ വെച്ച് മക്ക എന്ന പവിത്രമായ ഗേഹം അത് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. മദീനയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മനുഷ്യരിൽ അമ്പിയാക്കന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അമ്പിയാക്കന്മാരിൽ പ്രവാചകന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതിൽ തന്നെ 25 പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ 25 പ്രവാചകരിൽ 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തു. ആ 5 പ്രവാചകന്മാരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സൃഷ്ടികളിൽ മഹോന്നൻ, മഹത്വമുടയവൻ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ തുടങ്ങി നോക്കുമ്പോൾ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകൾ അല്ലാഹു നൽകി, മാസങ്ങൾക്ക് നൽകി, ചില നാടുകൾക്ക് നൽകി, ചില വ്യക്തികൾക്ക് നൽകി. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങളിൽ ഈ 4 മാസങ്ങളെ തിരഞ്ഞെടുത്തു. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സന ബിശഹറിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷം തുടങ്ങിയത് പവിത്രമായ മാസം കൊണ്ടാണ്. വഖതമഹ ബിശഹറിൻ ഹറാം, അതുപോലെ തന്നെ ആ വർഷം അവസാനിക്കുന്നതും ഒരു പവിത്രമായ മാസം കൊണ്ടാണ് എന്നാണ്. ദുൽഹിജ്ജ എന്ന മാസം കഴിഞ്ഞു. ആ മാസം പവിത്രമായ മാസമായിരുന്നു. മുഹറം മാസം
അതും പവിത്രമായ മാസമാണ് എന്നാണ്. അപ്പോൾ ആ 4 മാസം ഏതാണ് എന്ന് ഹദീസുകളിലൂടെ വിശദീകരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സനതു 12 ശഹ്റ. പ്രവാചകൻ വീണ്ടും പറയാണ്, വർഷം എന്നത് 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അതിൽ 4 പവിത്രമാണ് എന്ന്. സലാസുൻ മുതവാലിയാത്തുൻ. 3 തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ് എന്ന് പ്രവാചകൻ എടുത്തു പറയുകയാണ്. ഏതാ ആ 3 മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ വ മുഹറം. ദുൽഖഅദയും ദുൽഹിജ്ജയും അത് കഴിഞ്ഞു പോയി നമുക്ക്. അന്ന് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു, പവിത്രതയാണ് എന്ന് ഞാൻ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ഇന്നിതാ മുഹറം പിറന്നിരിക്കുന്നു. ആ മുഹറം പവിത്രമാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. 4-മത്തത് റജബ് മാസമാണ്. അതിനെ മുളറിന്റെ മാസമായി കൊണ്ടാണ് പറഞ്ഞത്. മുളർ ഗോത്രക്കാർ അതിനെ പ്രത്യേകമായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുളർ ഗോത്രത്തിന്റെ മാസമായ റജബ് മാസം അതും പവിത്രമാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ആ 4 മാസങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്ത 4 മാസങ്ങളിൽ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിൽ അതേ ആയത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ആ ആയത്തിൽ അള്ളാഹു പറയാണ്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തിനോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന്. നിങ്ങളുടെ സ്വദേഹത്തിനോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, എല്ലാ മാസത്തിലും തിന്മകൾ ചെയ്യുക എന്നത് അത് എത്ര നിസാരമായ തിന്മയാണെങ്കിലും അള്ളാഹു പറയാണ്, ഒരു അണുമണി തൂക്കം തിന്മയാണ്. അത് ഏത് മാസത്തിൽ ചെയ്താലും, ഏത് ദിവസത്തിൽ ചെയ്താലും, ഏത് സമയത്ത് ചെയ്താലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് നമ്മെ കാണിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അത് കാണുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏത് മാസത്തിൽ ഏത് ദിവസത്തിൽ തിന്മ ചെയ്താലും അത് തിന്മ തന്നെയാണ്. എന്നാൽ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് തിന്മകൾ ചെയ്യരുത് എന്ന് വെച്ചാൽ, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, ഫി ഹാദിഹിൽ അശ്ഹുരിൽ മുഹറമ ലിഅന്നഹാ ആഖദു വഅബ്ലഗു ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾ അതേ തോതിൽ ഈ മാസത്തിൽ ചെയ്താൽ മറ്റു മാസങ്ങളിൽ കിട്ടുന്ന തിന്മയുടെ അനന്തര ഫലങ്ങളെക്കാൾ വലിയ ശിക്ഷയായിരിക്കും ഈ മാസങ്ങളിൽ കിട്ടാനിരിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടൊരു ഉദാഹരണം കൂടി അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. കമാ അന്നൽ മആസി ഫിൽ ബലദിൽ ഹറം തുളഅഫ്. ഹറം പ്രദേശത്ത് പോയി, മസ്ജിദുൽ ഹറമിൽ പോയി അവിടെ ചെന്ന് ഒരു തിന്മ ചെയ്യുന്നത് മറ്റു നാടുകളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കൂടി പറയുന്നുണ്ട്, അവൻ ആരെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ നാടിൽ ചെന്നിട്ട്, അതായത് ഹറം പരിധിയിൽ ചെന്നിട്ട് ആരെങ്കിലും ഒരു തിന്മ ഉദ്ദേശിച്ചാൽ, ചെയ്താലെന്നല്ല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവന് കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, നിങ്ങളൊന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളൊന്ന് പഠിച്ചു നോക്കുമ്പോൾ, തിന്മകളുടെയും നന്മകളുടെയും വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ, അല്ലാതെ സാധാരണ നാട്ടിലോ സാധാരണ സമയങ്ങളിലോ ഒരു മനുഷ്യൻ തിന്മ ഉദ്ദേശിച്ചിട്ട് അത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അവനൊരു നന്മ രേഖപ്പെടുത്തുന്നുണ്ട്. തിന്മ ഉദ്ദേശിച്ചിട്ട് അള്ളാഹുവിനെ ഭയന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവനൊരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. ഇനി ഒരു തിന്മ ഉദ്ദേശിക്കുകയും അത് ചെയ്യാതെ ഒഴിവാക്കി, സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ആ നന്മ ആ ഒരു തിന്മ അവനെ രേഖപ്പെടുത്തില്ല എന്നാണ്. എന്നാൽ ആ തിന്മ ചെയ്താലോ ഒരു തിന്മ മാത്രമാണ് അവന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നന്മയുടെ വിഷയത്തിലോ ഉദ്ദേശിച്ചു ചെയ്യാൻ സാധിച്ചില്ല, അവനൊരു നന്മ രേഖപ്പെടുത്തും. ഉദ്ദേശിച്ചു ചെയ്യാൻ സാധിച്ചു, 10 മുതൽ 700 വരെ ഇരട്ടി നന്മകൾ രേഖപ്പെടുത്തുമെന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സാധാരണഗതിയിൽ ഒരു തിന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ രേഖപ്പെടുത്തുകയില്ല, തിന്മയായി രേഖപ്പെടുത്തുകയില്ല എന്ന് പഠിപ്പിച്ച അതേ ഇസ്ലാമിൽ പറയുന്നു, ആ നാട്ടിൽ ചെന്നിട്ട് തിന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ വന്നു ഭവിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഈ മാസങ്ങളിൽ തിന്മ ചെയ്യാൻ നമ്മൾ മുതിരുകയാണെങ്കിൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളുടെ ഗൗരവത്തെക്കാൾ വളരെയേറെ ഗൗരവമായി കൊണ്ട് ഈ മാസത്തിലെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയും അതിനനുസരിച്ചുള്ള തിന്മയുടെ ശിക്ഷ അനന്തര ഫലങ്ങൾ
നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, മുഹറം മാസത്തിന്റെ ഏറ്റവും പവിത്രമായ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി തിന്മകളിൽ നിന്ന് മാറി തൗബ ചെയ്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മുഹറം എന്നത് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. മനസ്സിലാക്കുക, ഈ മുഹറം എന്നത് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. ആ പവിത്രമാക്കിയ മാസത്തിൽ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത്, നാം ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു മാസം എന്നുള്ളത്. പ്രത്യേകിച്ച് തിന്മകൾ ഉദ്ദേശിക്കാതിരിക്കാൻ, തിന്മകൾ ചെയ്യാതിരിക്കാൻ നമ്മൾ കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്നത് ഈ മാസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ടും ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകി. ഈ മാസത്തിലെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ മാസത്തിന് പവിത്രമാക്കിയതും പ്രത്യേകതയാക്കുന്നതും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലെ ദിവസങ്ങളെ അള്ളാഹുവിന്റെ ദിവസമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു ഇബ്രാഹിമിന്റെ 5-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇങ്ങനെ പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയാണ്, വലഖദ് അർസൽനാ മൂസ ബി ആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ദുലുമാതി ഇലൻ നൂർ. മൂസ അലൈഹി സ്വലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. അങ്ങനെ നിയോഗിച്ചു. പക്ഷേ അവിടെയുള്ള ഖൗമുകൾ, ഫിർഔനും കൂട്ടരും പ്രവാചകനെ അങ്ങേയറ്റം മോശപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും ശ്രമിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മൂസ അലൈഹിസ്സലാമിനും വിശ്വാസികൾക്കും വിജയം നൽകിയെന്നും ആ മൂസ അലൈഹിസ്സലാമിനും വിശ്വാസികൾക്കും പ്രയാസം സൃഷ്ടിച്ച ആളുകളെ മുക്കി നശിപ്പിച്ചു എന്നും ഉള്ള ചരിത്രം നമുക്കറിയാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയാണ്, വദക്കിർഹും ബിആയാത് അയ്യാമില്ല. ആ ദിവസങ്ങൾ അയ്യാമില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വദക്കിർ, നീ ഓർക്കൂ, അയ്യാമില്ല, അള്ളാഹുവിന്റെ ദിനങ്ങളെ നീ ഓർക്കൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഈ മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസത്തെ കുറിച്ച് എടുത്തു പറയാൻ തഫ്സീറിന്റെ വരികൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അയ്യാമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസമാണ്. അന്നാണ് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തു, അള്ളാഹുവിന്റെ ദിവസമായി കൊണ്ട് ഈ മുഹറത്തിലെ ദിവസത്തെ എണ്ണി എന്നത് ഈ മുഹറം മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മാത്രമല്ല, 3-ാമത്തെ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞത് ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹി മുഹറം. ഇവിടെ ഈ ഹദീസ് പറയുന്നിടത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റമളാനിന്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറഞ്ഞത് പഠിപ്പിച്ചത് ഏതു മാസത്തിലാണ്? ശഹ്റുല്ലാഹി അൽ മുഹറം. ഇവിടെ ആ മാസത്തെ പരിചയപ്പെടുത്തിയത് എങ്ങനെ? മുഹറം മാസത്തെ, ഈ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസത്തെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ശഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്നാണ്. അപ്പൊ ഈ മാസം അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് ചേർത്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത പ്രത്യേകതയാണ്. ബൈത്തുല്ലാ, നാഖത്തുല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ചേർത്ത വചനങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെ, സ്ഥലങ്ങളെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ് എന്ന് നമുക്കറിയാം. എന്നതുപോലെ ശഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോൾ അതിന്റെ പവിത്രത എത്രയാണ്, അതിന്റെ ശ്രേഷ്ഠത എത്രയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. തീർന്നില്ല, 4-ാമത്തെ പ്രത്യേകത എന്താണ്? ഈ മാസത്തിലെ നേരത്തെ പറഞ്ഞ ആ ഹദീസിന്റെ ബാക്കി ഭാഗം. ഈ മാസത്തിന്റെ പ്രത്യേകത, റമളാൻ മാസത്തിന് നമ്മൾ കൂടുതൽ കണിശത കാണിക്കാറുണ്ട്, അല്ലെ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത കാണിക്കാറുണ്ട്. കടകളും കമ്പോളങ്ങളും അടച്ച് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി എത്താറുണ്ട്. രാത്രിയിൽ നോമ്പ് തുറക്കാൻ, മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാൻ നമ്മളെല്ലാം സജീവരാണ്. അതോടൊപ്പം രാത്രി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ സജീവരാണ്. എന്നാൽ ആ മാസത്തിന്റെ പ്രത്യേകത പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മാസത്തിൽ നമ്മൾ നോമ്പ് നോക്കാൻ ധൃതി കാണിക്കാറുണ്ട്. ആ മാസത്തിന്റെ നോമ്പിന് നമ്മൾ പവിത്രത കൽപ്പിക്കാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ മാസത്തിൽ നമ്മൾ കാണിച്ച ആ ഒരു കണിശതയോടുകൂടി നോറ്റെടുത്ത ആ നോമ്പുണ്ടല്ലോ, ആ നോമ്പിനെ കഴിഞ്ഞാൽ, റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അഫ്ളലായ നോമ്പ് എവിടെ എന്ന് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഹ്റുല്ലാഹി അൽ മുഹറം, നമ്മൾ ഈ മാസം നിലകൊള്ളുന്ന ഈ മുഹറം മാസത്തിന്റെ, അള്ളാഹുവിന്റെ മാസത്തിലെ
ഈ മുഹറം മാസത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഐച്ഛികമായ നോമ്പുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു ദിവസത്തിലെ നോമ്പിന്റെ പ്രത്യേകത മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ്. ഒരു ദിവസം സാധാരണഗതിയിൽ ഒരു ഐച്ഛികമായ നോമ്പെടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഹരീഫ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ 70 വർഷത്തെ വഴിദൂരം അവനിൽ നിന്ന് അവന്റെ മുഖത്തെ, നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അകറ്റുമെന്നാണ്. ഒറ്റ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകതയാണ്. ഈ മാസത്തിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ, ഫള് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ളതാണ്, അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത ഉണ്ട് എന്നാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പാണ് ഈ മാസത്തിലുള്ളത്. അത് നമുക്ക് മറ്റൊരു ഫളലായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ലഭിച്ച മറ്റൊരു നേട്ടമാണ്. ഈ മാസത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ എത്തി മദീനയിലേക്ക് എത്തുന്ന സമയം യഹൂദികളും ക്രൈസ്തവരും ഒക്കെ മുഹറം 10 അന്ന് നോമ്പെടുക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ മുഹറം 10 അന്ന് പ്രത്യേകമായി നോമ്പെടുക്കാൻ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ ക്രൈസ്തവർ തിരിച്ചു പറഞ്ഞു കൊടുത്തു എന്നാണ്, ഹാദാ യൗമുൻ അദീം, ഇതൊരു വമ്പിച്ച ദിവസമാകുന്നു, ഇതൊരു വമ്പിച്ച ദിവസമാണ്. തീർന്നില്ല, വഹുവ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ, മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷിച്ച ദിവസമാകുന്നു ഈ ദിവസം, മുഹറം 10 ദിവസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മറുപടി പറയുന്നു. മാത്രമല്ല അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ ശുക്റായിക്കൊണ്ട്, ഫിർഔനിൽ നിന്ന് രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായിക്കൊണ്ട് ഫസ്വാമ മൂസ ശുക്രൻ ലില്ലാഹ്, മൂസ അലൈഹിസ്സലാം അന്നത്തെ ദിവസം നോമ്പെടുത്തിരുന്നു. മുഹറം 10 അന്ന് മൂസ അലൈഹിസ്സലാം നോമ്പെടുത്തിരുന്നു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു. ഇത് കേട്ടപാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഖാല അന ഔല ബിമൂസ മിൻഹും ഫസാമഹു വഅമറ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളെക്കാൾ കൂടുതൽ ബാധ്യത മൂസ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ഞാനാണ്. കാരണം മൂസ അലൈഹിസ്സലാമിന്റെ അതേ ആദർശം ഉൾക്കൊള്ളുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന, ആ ഇസ്ലാമിൽ നിലനിൽക്കുന്നവർ ഞങ്ങളാണ്, ആ പാരമ്പര്യത്തിലുള്ളവർ ഞങ്ങളാണ്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ഞങ്ങളാണ് കൂടുതൽ ആ വിഷയം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുകയും സഹാബത്തിനോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ മുഹറം 10 അന്ന് നോമ്പ് ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധം എന്ന രൂപത്തിലായിരുന്നു ആയിരുന്നത്. പിന്നീടാണ് റമദാനിന്റെ നോമ്പ് വരികയും ആ നോമ്പ് പിന്നീട് മുഹറം മാസത്തിന്റെ 10 നോമ്പ് അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ പിടിച്ചു വീടൂ, ഐച്ഛികമായ നോമ്പായിക്കൊണ്ട് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തത് ആ ഒരു സന്ദർഭത്തിലാണ്, ഹിജറ 2 ശേഷമാണ്. ഏതായാലും മുഹറം 10 അന്ന് നോമ്പുണ്ട് എന്നത്, അതും പ്രബലമായ നോമ്പാണ് എന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പക്ഷേ സഹാബത്തിനിടയിൽ വീണ്ടും ചർച്ചയായി. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, അല്ല റസൂലെ, നമ്മളിപ്പോ മുശ്രിക്കുകളിൽ നിന്ന് വിട്ടുമാറി ഈ മദീനയിലേക്ക് വന്നത് അവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ്, അവരുടെ ആദർശത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ്. നമ്മുടെ ആദർശം എന്നത് വ്യതിരിക്തമായ ആദർശമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഇതര സമുദായത്തിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കണമല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകനോട് ആ വിഷയത്തെ സൂചിപ്പിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തിരിച്ചു മറുപടി പറയാണ്, കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹു സുംനൽ യൗമ താസിഅ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9 മുഹറം 9 നോമ്പെടുക്കും എന്ന് പറയുകയും നിങ്ങളും നോമ്പെടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പ്രവാചകന്റെ അംഗീകാരം അത് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ മുഹറം 9 10 നോമ്പെടുക്കുക എന്നത് പ്രബലമായ സുന്നത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി ഈ നോമ്പിലൂടെ കിട്ടാനിരിക്കുന്ന പ്രതിഫലം എന്താ? മുഹറം 10 മാത്രം ഉള്ള പ്രതിഫലമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു ആശൂറ, സിയാമു യൗമു ആശൂറ,
ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹു. അവന്റെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപം ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് നമുക്ക് മാറിക്കിട്ടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നാം ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങൾ, അതും ഒരു വർഷത്തെ പാപം, ആ ഒരു വർഷത്തെ പാപം നമുക്ക് പുറത്തു കിട്ടാൻ കാരണമാകുന്ന ഒരു കർമ്മമാകുന്നു മുഹറം 10 നോമ്പ് എന്നത്. ആ മുഹറം 10 നോമ്പ് ചെറിയ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മൾ ഇതര സമുദായത്തിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ, ഇതൊരു വലിയ അധ്യാപനമാണ്. ഇതര സമുദായത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുക എന്നത് നമ്മുടെ ആദർശം, അത് വ്യതിരിക്തമായ ആദർശം തന്നെയാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് പരസ്പരമുള്ള സഹകരണങ്ങൾ വേണമെങ്കിലും ആദർശത്തിന്റെ വിഷയത്തിൽ യാതൊരു നിലക്കുമുള്ള വിട്ടുവീഴ്ചകളോ സഹകരണങ്ങളോ മതമൈത്രിയോ അല്ല വേണ്ടത്, മനുഷ്യ മൈത്രിയാണ് നമുക്ക് വേണ്ടത് എന്ന വലിയ അധ്യാപനം ഈ ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതായാലും വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് മുഹറം 9ഉം 10ഉം ഉള്ളത്. വരുന്ന വെള്ളിയാഴ്ച അന്നാണ് മുഹറം 10, വ്യാഴാഴ്ചയാണ് മുഹറം 9. മുഹറം 9 നോമ്പെടുക്കുമ്പോൾ 2 പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടും. എല്ലാ തിങ്കളും വ്യാഴവും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചു. അതോടൊപ്പം ഈ സുന്നത്ത് കൂടി ചേരുമ്പോൾ 2 സുന്നത്തുകൾ ഒരുമിച്ച് നിയത്ത് വെച്ച് നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ 2 നിയത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. വരുന്ന വ്യാഴവും വരുന്ന വെള്ളിയുമാണ് നമുക്ക് നോമ്പെടുക്കാനുള്ളത്. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം ഈ കലണ്ടറുകൾ മാറി മറിയുമ്പോൾ ചില ആളുകൾ പുതുവർഷത്തെ ആഘോഷമാക്കി മാറ്റും. ന്യൂ ഇയർ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബീച്ചിലൊക്കെ ആകെ പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ ആഘോഷങ്ങളും ആർഭാടങ്ങളുമാണ്. രാത്രി 12 മണിയാവാൻ വേണ്ടി കാത്തിരിക്കും. ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞ് ആഘോഷങ്ങൾ അഴിച്ചുവിടാൻ പല വിധത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങൾ വരെ നടക്കുന്ന ഒരു ദിവസമാണ് ന്യൂ ഇയറിന്റെ ദിവസം സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ലോകമെമ്പാടും എടുത്തു നോക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് നമ്മുടെ ചിന്തകൾ മാറേണ്ടത്, ഞാനിതാ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ, എൻ്റെ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വിശ്വാസികളെന്നല്ല സാധാരണക്കാരും ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയല്ലേ? മുടി നരയ്ക്കുന്നു, തൊലി ചുക്കി ചുളിയുന്നു, ഞാൻ എൻ്റെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ആരോഗ്യങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു, പിന്നെ എന്ത് ആഘോഷമാണ് എനിക്ക്, ഞാനിതാ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ എല്ലാവരും ചിന്തിക്കേണ്ടത്. എന്നാൽ വാർദ്ധക്യത്തിലെത്തിയവർ പോലും അത്തരം ആവാസ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെൻ്റെ വിചാരണ വേളയിലേക്കുള്ള അവസരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കാൻ, എൻ്റെ മരണം ഇതാ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കാൻ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകിയിട്ടുള്ള എൻ്റെ ആയുസ്സിൽ നിന്ന് 1 വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ആയുസ് എത്രയും വേഗം, ഒരുപക്ഷെ നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് നമ്മുടെ മരണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, എപ്പോഴാണ് മരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇനി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും മനുഷ്യൻ എന്ന നിലയ്ക്ക് മതം അംഗീകരിക്കാത്തവർ പോലും ഒരുപോലെ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് മരണമെന്നുള്ളത്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെ ചെന്നൊളിച്ചാലും ആ മരണം നമ്മെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ടത്, പുതിയ പുതിയ ദിവസങ്ങൾ മാറി മറിയുമ്പോൾ, കലണ്ടറുകൾ മാറി മറിയുമ്പോൾ, വർഷങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധയുണ്ടാകരുത് എന്ന് പറഞ്ഞ് ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. പക്ഷേ ചില ആളുകൾ അശ്രദ്ധയിലാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അവരുടെ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബിസിനസ്, അവരുടെ കളി, അവരുടെ വിനോദങ്ങൾ, അവരുടെ യാത്രകൾ, അവരുടെ ടൂറുകൾ, അവരുടെ വൈബുകൾ, അങ്ങനെ തുടങ്ങി അവരുടേതായ ലോകത്ത് ഈ ദുനിയാവിൽ മുഴുകി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് വിചാരണ അടുത്തിരിക്കുന്നു എന്ന് അവർ ഓർക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസി ഒരിക്കലും പരലോകത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്നും
മരണത്തിലോട്ടാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് എന്നും ഓരോ സെക്കൻഡ് കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ദുനിയാവിലെ ഒരു സെക്കൻഡ് അവസാനിച്ചിരിക്കുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ചില ആളുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും കളി തമാശയിലൂടെ മാത്രം എടുക്കുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പഴയ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു മടങ്ങും. അവൻ ഇതൊക്കെ ഒരു മരണമെന്നുള്ളത്, പരലോകമെന്നത് ഇതൊക്കെ ഒരു കളിതമാശയായിക്കൊണ്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസ് ഇല്ല ഇസ്തമഊഹു വഹും യഅലമൂൻ വഹും യൽഅബൂൻ. അതായത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിന്റെ ഇത്തരം വചനങ്ങളൊക്കെ ഓതി കേൾപ്പിക്കുന്ന സമയം, അല്ലാഹുവിൽ നിന്നുള്ള ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ബോധവൽക്കരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം കേൾക്കുന്ന ഒരു കളി തമാശയോടുകൂടി, കളിയോടുകൂടി, ഒരു ഗൗരവമില്ലാത്ത അവസ്ഥയിൽ ആളുകൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാതെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം മനുഷ്യർക്കിടയിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ഈ പള്ളിയിൽ ഖുത്ബയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ വിശ്വാസിനികളെ, നമ്മൾ കേൾക്കുന്ന ആയത്ത് അത് വെറും ആയത്തല്ല, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. പരലോക രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ നമ്മൾ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി, വലിയ നിധിയായി, നമ്മൾ സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും വലിയ നിധിയായി കൊണ്ടാണ് നമ്മൾ ഇതിനെയെല്ലാം സ്വീകരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമ്മൾ മരിക്കുമ്പോൾ, നമ്മൾ മരണമണിഞ്ഞ് പരലോകത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വിലപിക്കുന്ന വിലാപം വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ആ വിലാപത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വഹും മിൻ വറാഇഹിം ബർസഖുൻ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ വെറും വർത്താനാണ്. തിരിച്ചു മടങ്ങിയാലും നിനക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ പോലും നീ ആ നന്മയിലേക്ക് തിരിച്ചു മടങ്ങുകയില്ല. ഇത് വെറും വർത്താനാണ്. അതുകൊണ്ട് നീ മടങ്ങിക്കോ, നിന്റെ പരലോകത്തിലേക്ക് നീ മടങ്ങിക്കോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത്, തവത്തു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ആ തിന്മകൾ ഇങ്ങനെ കാണുമ്പോൾ, ജീവിതത്തിൽ വലിയ ഗൗരവമൊന്നും കൊടുക്കാതെ ജീവിതത്തിൽ തിന്മകളുമായി കൊണ്ട് മുന്നോട്ട് പോയവർ നാളെ പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത്, അവന്റെ ഏടുകൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത്, മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറുതോ വലുതുമായ ഒന്നും വിട്ടേച്ചു പോകാത്ത ഈ ഒരു ഗ്രന്ഥം എന്തൊരു ഗ്രന്ഥമാണ് എന്ന് വിലപിക്കുന്ന ആ തിന്മകൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ, ഇത് എന്നിൽ നിന്ന് എത്രയും വേഗം അകന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് താക്കീത് നൽകുകയാണ്. ഈ ദുനിയാവിൽ വെച്ച് താക്കീത് നൽകുകയാണ്. പരലോകമുണ്ട്, വിചാരണയുണ്ട്, ഹിസാബുണ്ട്, പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ ഒരു താക്കീത് അല്ലാഹു ഈ ദുനിയാവിൽ നൽകുന്നു. പരലോകം കണ്ടിട്ട് ഇനി ഞാൻ തിരിച്ചു മടങ്ങിയിട്ട് നന്നാകാം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ദുനിയാവ് എന്നത് കർമ്മങ്ങൾക്കുള്ള അവസരമാണ്. ഇവിടെ വിചാരണയില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾക്ക് അവസരമില്ല, വിചാരണയുടെ വേളയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. മുഹറം എന്നത് അല്ലാഹുവിന്റെ മാസമാണ് എന്നും അല്ലാഹു പവിത്രമാക്കിയ, അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മാസമാണ് എന്നും ആ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും തൗബ ചെയ്യുവാനുമുള്ള അവസരമായി കൊണ്ട് ഈ ദിനരാത്രങ്ങളെ നമ്മൾ നോക്കിക്കാണണമെന്നുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം പവിത്രമായ മാസങ്ങളെയും അല്ലാഹു പുണ്യമാക്കിയ ദിനരാത്രങ്ങളെയും എല്ലാം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെയും
അതിൻ്റെ പവിത്രതയെ കളഞ്ഞു കുളിക്കുവാനോ അല്ലെങ്കിൽ പുത്തനായ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ കടത്തിക്കൂട്ടുവാനോ പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായത് മുഹറം 1 രാത്രിയിലും പകലിലും കിട്ടുന്ന ശ്രേഷ്ഠത അന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സുഹൃത്ത് വീഡിയോ ചെയ്തത് കാണാനിടയായി. ഇസ്ലാം പഠിപ്പിക്കാത്ത, നേരത്തെ പറഞ്ഞ പവിത്രതകളുടെ അപ്പുറം മറ്റൊരു പവിത്രതയും ഇല്ലാത്ത ഒരു പ്രത്യേകമായ പവിത്രതയും ശ്രേഷ്ഠതയുമാണ് ഈ സഹോദരൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരോ അക്ഷരവും സെപ്പറേറ്റ് ആയിക്കൊണ്ട് എഴുതി 113 പ്രാവശ്യം എഴുതി അത് പോക്കറ്റിൽ സൂക്ഷിക്കണം. അത് ആ രാത്രി ചെയ്താലേ ആ ഗുണം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വ്യത്യസ്തമായ ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഒന്നാമത്തത് 113 പ്രാവശ്യം എഴുതാൻ ആരാ പഠിപ്പിച്ചത്? ഒരു കാര്യത്തിന് എണ്ണം നിശ്ചയിക്കണമെങ്കിൽ അത് ശറഅ് നിശ്ചയിക്കണം, അള്ളാഹു നിശ്ചയിക്കണം, പ്രവാചകൻ നിശ്ചയിക്കണം. നമുക്കിവിടെ സുബഹി നിസ്കാരം 2 റക്അത്താണ് എന്നത് ആ 2 റക്അത്ത് നിശ്ചയിച്ചത് അള്ളാഹുവും റസൂലുമാണ്. ദുഹർ നിസ്കാരം 4 റക്അത്താണ് എന്നത് നിശ്ചയിച്ചത് അള്ളാഹുവും റസൂലുമാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം 3 റക്അത്തോ അല്ലെങ്കിൽ 5 റക്അത്തോ ആക്കാൻ നമുക്ക് അധികാരമില്ല. ശറഅ് നിശ്ചയിച്ചത്, മതം പഠിപ്പിച്ചത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ അനുവാദമുള്ളത്. അപ്പോൾ ഈ 113 പ്രാവശ്യം എഴുതുക എന്ന എണ്ണത്തെ ആര് നിശ്ചയിച്ചു? പ്രവാചകനും സഹാബത്തുമോ അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം നിശ്ചയിച്ച കാര്യമല്ല. ഇനി മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരോ അക്ഷരങ്ങളായി മുറിച്ചെഴുതാൻ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഹറക്കത്തിടാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നു. അത് മുഹറം 1 രാത്രിയിലോ പകലിലോ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി മാത്രമല്ല, അതിനേക്കാൾ വലിയ ഗൗരവം എന്താ? ഒരു കാര്യത്തിന് ഇന്ന പ്രതിഫലം കിട്ടും എന്ന് പഠിപ്പിക്കണമെങ്കിൽ പോലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചാൽ മാത്രമാണ് അതിന് അത്ര പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ പാടുള്ളൂ. സുബഹിസ്കാരത്തിന് ഇന്ന പ്രതിഫലമുണ്ട്, അസറസ്കാരത്തിന് ഇത്ര പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് സുബഹിസ്കാരത്തിന് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാലോ അത് ഖുർആനിലോ സുന്നത്തിലോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ഇല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും. സ്വർഗം കിട്ടും, പക്ഷെ സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജയാണ് സുബഹിസ്കാരത്തിന് പ്രത്യേകമായി ഉള്ളത് എന്നൊരാൾ പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും ഇല്ലേ, നമ്മൾ അത് അംഗീകരിക്കുകയില്ല. ഇദ്ദേഹം പറയാണ്, അന്നത്തെ രാത്രിയിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനും അവൻ്റെ കുടുംബത്തിലും പിന്നെ ജീവിതകാലത്തിൽ പ്രയാസം ഉണ്ടാവില്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രക്ഷാമന്ത്രങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ, അതുപോലെ തന്നെ ആയത്തുൽ കുർസി, ഇങ്ങനെ തുടങ്ങി മുഅവ്വിദത്തൈൻ, ഇത്തരം ആ സൂറത്തുകളും ആയത്തുകളും എല്ലാം എമ്പാടുമുണ്ട്. പക്ഷെ അതുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അത്തരം രക്ഷാമാർഗങ്ങൾ പോലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിനിടയിലുള്ള ചില സമയങ്ങളോ മാത്രമാണ്. ഇദ്ദേഹം പറയണം, അങ്ങനെ എഴുതി വെച്ചാൽ ആയുഷ്കാലത്തിൽ പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയാണ്. പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത, ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത, സഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ ദീനിലുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അത്തരം ആളുകളെ മാറ്റി നിർത്താനും അത്തരം പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തുവാനുമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് നമുക്ക് മറുപടി പറയുന്നത്. ഒരാൾ ഒരു പ്രവർത്തനം, പുത്തൻ ആചാരം, ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിനെയും തള്ളിക്കളയണം, ആ പ്രവർത്തനം കൊണ്ടുവന്ന ആളിനെയും അവോയ്ഡ് ചെയ്യണം എന്നാണ്, മാറ്റി നിർത്തണം എന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ മുഹറം മാസത്തിന്റെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ നിലകൊള്ളുകയും ആ മുഹറം മാസത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന പുത്തൻ ആചാരങ്ങളെ നമ്മൾ മാറ്റി നിർത്തുകയും വേണം. ഇനി രണ്ടാമത്തെ ഒരു വശം പറയുകയാണെങ്കിൽ, ഈ മുഹറം മാസത്തിൽ അള്ളാഹു പവിത്രമാക്കിയ അള്ളാഹുവിൻ്റെ മാസത്തിനെ നഹ്സിന്റെ ദിവസമായി ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ചില വിശ്വാസ ആചാരങ്ങളും ഇന്ന് സമൂഹത്തിൽ, സമുദായത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിൻ്റെ 3-ന്റെ ദിവസം, അതിൻ്റെ 7-ന്റെ ദിവസം, 10-ന്റെ ദിവസം, 13-ന്റെ ദിവസം, അതിൻ്റെ പ്രത്യേകമായ ചില ദിവസങ്ങൾ അത് നഹ്സിന്റെ ദിവസമാണ്. അതുകൊണ്ട് കല്യാണം പാടില്ല, വീട് കൂടൽ പാടില്ല, കട തുടങ്ങുക പാടില്ല, അങ്ങനെ തുടങ്ങി നന്മ കാര്യങ്ങളൊന്നും തുടങ്ങാൻ ആരംഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമൂഹത്തെ, സമുദായത്തെ നന്മയിൽ നിന്ന് നന്മ മുടക്കികളായിക്കൊണ്ട് നിലനിൽക്കുന്ന ചില ആളുകളും സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നഹ്സ് എന്ന ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പണ്ട് ചില ആളുകൾക്കുള്ള വിശ്വാസമായിരുന്നു, പൂച്ച മറികടന്നാൽ പിന്നെ ആ വഴി കൂടെ പോവുകയാണെങ്കിൽ പോകുന്ന കാര്യം നടക്കൂല എന്നുള്ള വിശ്വാസം
മുമ്പ് ഒരു സമുദായത്തിന്, ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില വിശ്വാസങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ വഴിക്ക് പോകുന്ന 3 വാഹനങ്ങൾ പോയതിനു ശേഷമാണ് പിന്നെ പോകുന്നത്. ഇല്ലെങ്കിൽ അവന്റെ വിശ്വാസം എന്താ? പോകുന്ന കാര്യം നടക്കൂല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥന, അത് അർത്ഥമറിഞ്ഞ് പറയുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും പൂച്ച മറികടന്നു എന്നതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു പൂച്ച മറികടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ കഴിവിനെ മറികടക്കാൻ കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹ്ക്കല്ലാതെ യാതൊരു കഴിവുമില്ല. ഇത് വിശ്വസിച്ച് അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് പുറപ്പെടുന്ന ഒരു വിശ്വാസിക്ക് എന്ത് പൂച്ച മറികടന്നാൽ എന്ത് പ്രശ്നമാണ് വരാനുള്ളത്? ഇതൊക്കെയാണ് സമൂഹത്തിൽ അഴിച്ചുവിട്ട അന്ധവിശ്വാസങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. നഹ്സ് എന്നത് ഈ മാസത്തിൽ എന്നല്ല, ഏത് ദിവസവുമില്ല. ചില ആളുകൾ റമദാനിനെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നാണ്. റമദാനിന്റെ 24ാമത്തെ ദിവസം കൊടിയ നഹ്സുള്ള ദിവസം, ശകുനമുള്ള ദിവസമാണ് എന്ന് പറഞ്ഞ ഉസ്താദുമാർ നമ്മുടെ ഈ കേരളക്കരയിൽ ഉണ്ട് എന്നത് വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് അത്തരം നഹ്സ് എന്ന് ആലോചിച്ച് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ അടിയറ വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും അള്ളാഹു പവിത്രമാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ. ഈ മാസം എന്നത് പവിത്രമായ മാസമാണ്, അള്ളാഹുവിന്റെ മാസമാണ്, അള്ളാഹുവിന്റെ ദിവസമുള്ള മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് അല്ല, ഈ വർഷങ്ങളിൽ ഒരു ദിവസത്തിലും നഹ്സ് എന്ന ഏർപ്പാട് ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ശകുനം നോക്കിയുള്ള ജീവിതം നമുക്ക് വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അനുസരിക്കുവാനും റബ്ബിനെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.